ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും കൊക്കോ പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. നമ്മൾ റവ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് റവ, അത് 250 ml കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നും ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് ഒരു കപ്പ് ഒരു ഗ്ലാസ് റവ എടുക്കുക. അപ്പോൾ ബാക്കി മെഷർമെൻറ്റൊക്കെ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറാക്കി പൊടിക്കേണ്ട, ഒരു 10 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് നമ്മൾ മുഴുവനും ഇത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ചോക്ലേറ്റ് റവ കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇനി ഈ റവ പൊടിച്ചതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഇത് ഞാൻ 1/2 കപ്പാണ് ചേർക്കുന്നത്. ഇത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അവിടെ ഒരു 1/4 കപ്പ് ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഇത് നോർമൽ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അതൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അത് നമ്മളൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പാല് ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് ആ തണുപ്പൊന്ന് മാറ്റി അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുപ്പൊന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാക്കും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 15 സെക്കൻഡ് നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം അത്ര സമയം എടുത്താൽ മതി. ഇത് നമുക്കൊരു വെള്ളമൊന്നും ഒട്ടുമില്ലാത്ത ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമ്മളെടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അരച്ച് വരുമ്പോൾ ഉള്ള പരുവാണിത്. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിത് 1/2 മണിക്കൂർ കേക്കിൻ്റെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടിരിക്കാനാണ് സാധ്യത. കണ്ടോ, നമ്മളിപ്പോൾ ഒഴിച്ച് വെച്ചതിലും ഒരല്പം തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഒരു അല്പം കൂടി ലൂസ് വേണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചേർത്ത് അത്രയും പാല് മതിയാകും.
ഇനി നമുക്കിതിനെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തൂത്ത് പിടിപ്പിച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും അല്പം ഓയിലൊന്ന് തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരല്പം ഓയിലൊന്ന് തൂത്തതിന് ശേഷം ഒരല്പം മൈദ ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് തട്ടി കൊടുത്തെടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓവൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇതേപോലെ ഒരു ചെമ്പിലാണ് നമ്മൾ ബേക്ക് വെക്കുന്നത്. ഇത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ചെമ്പ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഇറക്കി വെക്കുന്ന സമയത്ത് ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. കൈയുടെ സൈഡൊന്ന് പൊള്ളിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ചൂടായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് റവ കേക്ക് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഒരു 10 സെക്കൻഡ് മാത്രം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂടാറിയിട്ടില്ല, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് സൈഡിൽ കൂടെയൊക്കെ. ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റവ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ റവ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് മുട്ടയൊന്നും ചേർക്കാതെ ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ മിക്സിയിൽ തയ്യാറാക്കിയെടുത്ത കേക്കാണിത്. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.